ചലച്ചിത്ര നടൻ സിദ്ദിഖിനെതിരെ പോലീസ് കേസെടുത്തു. മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ആരോപിച്ച് യുവനടി ഇന്നലെ പോലീസിൽ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. അതേസമയം അന്വേഷണ സംഘം ഇന്ന് പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുത്തു തുടങ്ങും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിജിനാണ് ചേരുന്നത്. വിജിൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. നടൻ സിദ്ദിഖിനെതിരെ മ്യൂസിയം പോലീസാണല്ലേ കേസെടുത്തിരിക്കുന്നത്? ശരത്, തീർച്ചയായും ഇന്നലെ യുവനടി സിദ്ദിഖിനെതിരെ DGPക്ക് പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ DGP കമ്മീഷണർക്ക് പരാതി ഫോർവേഡ് ചെയ്യുകയായിരുന്നു. അതിനെ തുടർന്നാണ് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ഇപ്പോൾ മ്യൂസിയം പോലീസ് യുവനടിയുടെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. 376, 506 വകുപ്പുകൾ ചേർത്താണ്. അതായത് ലൈംഗിക പീഡനം, ഒപ്പം തന്നെ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്തുള്ള അന്വേഷണമാണ് സിദ്ദിഖിനെതിരെ നടത്തുക. എന്തായാലും ശക്തമായ നടപടികളിലേക്ക് തന്നെ ഈ പരാതിയുമായി വരുന്ന നടിമാർക്ക് അത്തരം ഒരു നിയമസഹായം ഉൾപ്പെടെ പരിരക്ഷ ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 4 വനിതാ IPS ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള 4 മേഖലകളായി തിരിച്ച് ഇത്തരം പരാതികൾ അന്വേഷിക്കാനുള്ള ഒരു സമിതിയെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ രൂപീകരിക്കുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് കൂടി കടക്കുകയാണ്. എന്തായാലും ഈ ആരോപണ വിധേയരായ ആളുകളെ ചോദ്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ പിന്നീടായിരിക്കും നടത്തുക. ഇപ്പോൾ നിലവിൽ പരാതി നൽകിയ ആളുകൾ, ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നുള്ള വിശദമായ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്കാണ് കടക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി കൊച്ചിയിൽ ഈ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തും എന്നാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ നടിമാർ, ഇത്തരത്തിലുള്ള യുവനടിമാർ, മുമ്പ് സിനിമയിൽ ഉണ്ടായിരുന്ന വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പരാതികളുമായി, ആരോപണങ്ങളുമായി രംഗത്തെത്തുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ നിലവിലെ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കേണ്ടതുണ്ടെങ്കിൽ കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി അത്തരത്തിൽ ഈ നിലവിലെ 4 സംഘങ്ങളെ വിപുലീകരിക്കാനുള്ള തീരുമാനവും ഇന്നലെ തന്നെ DGPയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും സംസ്ഥാന സർക്കാർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ നിലവിൽ പരാതിയുമായി എത്തുന്ന വനിതാ സിനിമാ പ്രവർത്തകരെ, ഒപ്പം തന്നെ ഇത്തരത്തിൽ ആരോപണവുമായി എത്തുന്ന, പരസ്യമായി എത്തുന്നവരുമായി സംസാരിച്ച് അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തി ഈ പരാതിയുമായി അവർ മുന്നോട്ട് പോകാൻ താല്പര്യരാണ് എങ്കിൽ ആ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. അത് ഏത് പ്രമുഖനെതിരെ ഉയർത്തിയ ആരോപണമായി ആണെങ്കിലും അത്തരത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഉൾപ്പെടെ ശക്തമായ ഈ വകുപ്പുകൾ ചേർത്തുള്ള ഒരു കേസ് എടുക്കുന്ന നിലയുണ്ടായത്. എന്തായാലും അത്തരത്തിൽ ഉള്ള പരാതികളിലെല്ലാം കർശനമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനും, ഒപ്പം തന്നെ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ ആളുകളുടെ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ പരാതി നൽകാൻ തയ്യാറാണെങ്കിൽ ആ വിഷയത്തിലും അന്വേഷണം നടത്താനുള്ള തീരുമാനമാണ് നിലവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ശരത്ത്, ഇതിൽ വിജിൻ, മറ്റ് ഒരു നടനെതിരെ കൂടി കേസെടുത്തു എന്ന നിലയിൽ ചില വാർത്തകൾ വരുന്നുണ്ട്. അതും വളരെ പ്രധാനമാണ്. നേരത്തെ പറഞ്ഞതുപോലെ വെളിപ്പെടുത്തൽ നടത്തിയ ആളുകൾ ആ നിലയിൽ പരാതി നൽകുകയും അല്ലെങ്കിൽ അവരുമായി അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലൂടെയാണോ പരാതികളായി രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ പരാതിയായി രൂപപ്പെടുന്നത്? അതല്ലെങ്കിൽ പിന്നെ DGPക്ക് കൊടുത്ത, ഇപ്പോൾ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ DGPക്ക് കൊടുത്ത പരാതിയാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ 2 രീതിയിലാണോ? പോലീസിലേക്ക് നേരത്തെ കൊടുത്തിട്ടുള്ള പരാതി, അല്ലെങ്കിൽ പോലീസ് മേധാവിക്ക് കൊടുത്ത പരാതി, അതിന് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു, പരാതിയായി മാറുന്നു. അല്ലെന്നുണ്ടെങ്കിൽ വെളിപ്പെടുത്തൽ നടത്തിയ ആളുകളുമായി പ്രത്യേക അന്വേഷണ സംഘം സംസാരിക്കുന്നതിൽ നിന്നും പുതിയ കേസുകൾ അല്ലെങ്കിൽ ഒരു പരാതി രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു പോകുക എന്നുള്ളതാണോ? അതിനിടയിലാണ് മറ്റൊരു നടനെതിരെ കൂടി പരാതി എന്നുള്ള ഒരു വിവരം വന്നുകൊണ്ടിരിക്കുന്നത്. ശരത്, തീർച്ചയായും ഇത്തരത്തിൽ ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിക്കുന്നവരുമായി ബന്ധപ്പെടാൻ തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ലോക്കൽ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ മൊഴി നൽകുകയും പരാതി നൽകുകയും ചെയ്യുന്ന വനിതാ സിനിമാ പ്രവർത്തകരുടെ പരാതികൾ അത് ഈ നിലവിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വിടും. അവരായിരിക്കും ഇതിൽ പൂർണ്ണമായ അന്വേഷണം നടത്തുക. അതാണ് 4 മേഖലകളായി തിരിച്ചുള്ള അന്വേഷണം 4 IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിന്ന് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ ആവശ്യമെങ്കിൽ ആ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചുകൂടി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലത്തെ യോഗത്തിലും അത്തരത്തിലുള്ളൊരു തീരുമാനമാണ് ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും കൂടുതൽ വനിതാ സിനിമാ പ്രവർത്തകർ ഇത്തരത്തിൽ ആരോപണവുമായി
രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്, പല നടന്മാർക്കെതിരെയും ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇതിന് ആസ്പദമായ സംഭവങ്ങൾ ഉണ്ട് എന്ന് അവർ പറയുന്നത് അത് ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമൊക്കെയാണ് നിലവിൽ ഇപ്പോൾ ആരോപണമായി വരുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് അതിൽ പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അത്തരം നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പരാതിക്കാർ നൽകിയ ആരോപണ വിധേയരെ കൂടി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുള്ളൂ. അത്തരം നീക്കത്തിന്റെ വിജിൻ, ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി കൂടുതലായി ലഭിക്കുമോ എന്ന് നോക്കുക. സിദ്ദിഖിനെതിരെ കേസെടുത്ത വളരെ പ്രധാനപ്പെട്ട വാർത്ത വന്നു കഴിഞ്ഞു. മറ്റൊരു നടനെതിരെയും പരാതി എന്നുള്ളതാണ് വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിവരം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി വൈകാതെ വിജിനിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം കൂടി നോക്കാം. വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ ഷാജിയൻ കരുൺ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അമ്മ ഭരണസമിതി രാജിവെച്ചത് അർത്ഥവത്തായ തീരുമാനം എന്നാണ് അദ്ദേഹം അതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. അമ്മയുടെ തീരുമാനം, താരസംഘടനയുടെ തീരുമാനം സ്വാഗതം ചെയ്യുന്നു. മോഹൻലാലിൻ്റെ തീരുമാനം നല്ല മനസ്സോടെ എന്ന രീതിയിലാണ് രാജിവെക്കാനുള്ള പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് ആ ഭരണസമിതി തന്നെ ആകെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാറി നിൽക്കുന്നു. പുതിയ നേതൃത്വം വരട്ടെ എന്ന് എടുത്ത തീരുമാനത്തെ അങ്ങനെയാണ് ഷാജിയൻ കരുൺ കാണുന്നത്. നയരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരണമോ, അതായത് ഫിലിം കോൺക്ലേവിലേക്ക് പോകുന്നതിനുള്ള കരട് തയ്യാറാക്കുന്നതിനുള്ള ചുമതല ഷാജിയൻ കരുൺ ആണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു നയരൂപീകരണ സമിതിയുണ്ട്. അതിൽ മുകേഷ് MLA ഉൾപ്പെട്ടിട്ടുണ്ട്. അത് തുടരണമോ എന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകും. അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന നിലയിൽ ചലച്ചിത്ര പ്രവർത്തകരിൽ നിന്ന് വലിയ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉയരുന്നുണ്ട്. സർക്കാരിൻ്റെ നിർദ്ദേശത്തിനായി കാത്തു നിൽക്കുന്നു എന്നുകൂടിയാണ് ഇപ്പോൾ ഷാജിയൻ കരുൺ പറയുന്നത്. സ്വയം മാറി നിൽക്കണമോ എന്ന് മുകേഷാണ് തീരുമാനിക്കേണ്ടത് എന്നുകൂടി ഷാജിയൻ കരുൺ പറയുകയുണ്ടായി. ഈ സമയത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം എന്ന നിലയിൽ ഞാനത് സൂചിപ്പിച്ചതാണ്.